ഹായ്, ഇന്ന് നമുക്കൊരു നാടൻ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു നാട്ടുമാങ്ങയാണ്. നമ്മൾ സാധാരണ പുളിശ്ശേരി വെക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു മാങ്ങ. അതിനായിട്ട് മാങ്ങ ആദ്യം നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റാം. ഞാനിവിടെ 8 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്. പിന്നെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് നാളികേരം, ഒരു ചെറിയ സൈസ് പച്ചമുളക്, ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. എന്നിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം, അരഞ്ഞു പോകരുത്. ഇനി ഇത് മാങ്ങാക്കൂട്ടിലോട്ട് ഒഴിക്കാം. ആ മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒഴിക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ചെന്ന് കരുതി പിരിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട കടുക് വറക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉലുവ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇതോടെ ചേർത്ത് നമുക്കിതൊന്ന് ആ കറിയിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈസി റെസിപ്പി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.